ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് തീ കത്തിക്കുക പോലും ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. പേര് ടിറാമിസു. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 രൂപയുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ 1.5 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഒരു പാക്കറ്റ് ഫുള്ളും ഒരു പകുതി പാക്കറ്റും. അപ്പോൾ അത് കവർ പൊടിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് മുഴുവൻ വേണമെന്നില്ല. നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. ഞാൻ അപ്പോൾ ഇത് മുഴുവൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് മുക്കാൻ വേണ്ടിയിട്ട് പാൽ മിശ്രിതം റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പാലും ഒരു 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയും കൂടി എടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇട്ട കാപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ. മധുരം ഇട്ട് കുറച്ച് കട്ടിയായിട്ട് തിളപ്പിച്ച കാപ്പി എടുക്കാം. ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത് വേഗം ഒന്ന് അലന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മുഴുവൻ പഞ്ചസാര എടുത്താലും ഒന്നുമില്ല. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് അതിൻ്റെ പൗഡർ ഉപയോഗിച്ചാണ് ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഐസ് വാട്ടർ ഉള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ നമുക്ക് ആദ്യം ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാൽ മുഴുവനും വേണ്ട. ആവശ്യമാണെങ്കിൽ മാത്രം നല്ല കട്ടിയായിട്ടിരുന്നാൽ മാത്രം കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബീറ്റർ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ബീറ്റർ ഓണാക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം അടുപ്പിച്ച് അത് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കുക. കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് വീണ്ടും ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കുറച്ച് ക്രീം പരുവാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു 10 രൂപ പാക്കറ്റ് പൊടിയാണ് ഞാൻ ഇതിന് ചേർത്ത് കൊടുത്തിരിക്കുന്ന അളവ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് നമ്മുടെ ഓരോ ബിസ്ക്കറ്റും മുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മുഴുവനും അടുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ഇനിയും ബിസ്ക്കറ്റ് വേണമെങ്കിൽ വെക്കാം. ഞാൻ അപ്പോൾ ഇത്രയും വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന പാൽ മിശ്രിതം ഒരു 3-4 ടേബിൾ സ്പൂണും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ഇത്രയല്ല, ഇതിലും ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മളിത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ക്രീം എത്രത്തോളം കൂടുന്നോ അവർക്കത് അത്രത്തോളം ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീമെല്ലാം ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇനി സൈഡിലൊക്കെ ഇരുന്നൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ടിറാമിസുവിൻ്റെ ശരിക്കുള്ള ഡെക്കറേഷന്. കൊക്കോ പൗഡർ ഒരു അരിപ്പയ്ക്കകത്ത് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തട്ടി ഇങ്ങനെ കൊടുക്കാം. ഒത്തിരി കട്ടിയായിട്ട് ഡാർക്കായിട്ട് വിടണ്ട കേട്ടോ, അതിൻ്റെ ശേഷം കയ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ടിറാമിസു നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് അവൈലബിൾ ആയ സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഉപയോഗിക്കുന്നത് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ് കേട്ടോ. അത് നമുക്കിവിടെ അധികം കിട്ടാനില്ലല്ലോ, അതുകൊണ്ടാണ് മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.